സുഹൃത്തുക്കളെ, മൈഗേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ കേരളത്തിലെ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കുട്ടികളുടെയും ആഗ്രഹമാണ് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഫുട്ബോളിൽ എത്തിച്ചേരാനുള്ളത്. ISL, ഐ ലീഗ് പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അത് കളിക്കാൻ കഴിയില്ല. ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമുള്ള ആളുകളൊക്കെയാണ് അതിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ഈ ആഗ്രഹമുള്ള പല ആളുകളും അതിൽ നിന്നും പിന്മാറേണ്ടി വരും. അത് കഴിഞ്ഞ് പല ആളുകളും ഈ കളിയുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ കളിച്ച് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കളി തുടങ്ങി, പലതും കളിച്ചു. അവസാനം പ്രൊഫഷണൽ ഫുട്ബോളർ ആവാൻ പറ്റാത്തതിന് വാശി തീർക്കുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് തന്നെ തുടങ്ങി ഇന്ത്യയിൽ ഉടനീളം പേരുള്ള ഒരു ക്ലബ്ബാക്കി അതിനെ മാറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതൊരു ത്രില്ലിംഗ് ആക്ടിവിറ്റി അല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അതിഥിയായി വരുന്നത് കേരളത്തിന് പേരും പ്രശസ്തിയും തരുന്ന നല്ലൊരു സൂപ്പർ ക്ലബ്ബ്, ഒരു പ്രൊഫഷണൽ ക്ലബിനെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലബിൻ്റെ ഓണർ കം കോച്ച് അങ്ങനെ എല്ലാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഇൻഡിവിജ്വലാണ് ഇന്നത്തെ നമ്മളെ ചാനലിലെ ഗസ്റ്റ്. സോ ഐ ആം വെൽക്കമിങ് നവാസ് ലൂക്ക. നവാസ്, നമസ്കാരം. വെൽക്കം ടു ദ വീഡിയോ. സോ നവാസ് ആരാണ്, എവിടുന്ന് വരുന്നു, എന്തൊക്കെയാണ്, ഏതാണ് ക്ലബ്ബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവാസ് തന്നെ പറയും. അപ്പൊ നവാസ് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രസം. ആദ്യം തന്നെ മൈഗെയിം യൂട്യൂബ് ചാനലിനെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പേര് നവാസ് എന്നാണ്. കൊണ്ടോട്ടിയാണ് എൻ്റെ സ്വദേശം. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ ഉമ്മ, ഉപ്പ, അതുപോലെ തന്നെ ഭാര്യ, 2 മക്കൾ, അതുപോലെ തന്നെ 4 അനിയത്തിമാർ ഒക്കെയാണ് വീട്ടിലുള്ളത്. ഒരു ഫുട്ബോൾ കളിക്കാരനാകുക എന്നുള്ളതായിരുന്നു ചെറുപ്പം മുതലുള്ള ആഗ്രഹം. അത് ഇറ്റാലിയൻ ഫുട്ബോൾ ടീമിൻ്റെ മത്സരങ്ങൾ കണ്ടു പൗളോ മാൾഡീനി എന്നുള്ള കളിക്കാരനോടുള്ള ആരാധന മൂത്ത് ആ ഒരു ഭ്രാന്ത് തലക്ക് പിടിച്ചിട്ട് അങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോളർ ആകുക എന്നുള്ള എയിമോട് കൂടിയിട്ടൊക്കെ കുറെ കാലം. വീട് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി. ഏത് ജില്ല? അത് മലപ്പുറം ജില്ല. സ്വാഭാവികം ഫുട്ബോളർ ആവലാണ് ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകിൽ ഒരുപാട് പാഞ്ഞു. അമേച്ചർ ലെവലും അതുപോലെ തന്നെ നമ്മുടെ കോളേജ്, യൂണിവേഴ്സിറ്റി തല മത്സരങ്ങളിലും സെമി പ്രൊഫഷണൽ ക്ലബ്ബുകളിലൊക്കെ ആയിട്ടൊക്കെ കളിച്ചു. പക്ഷേ ഒരു എത്തിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പ്രൊഫഷണലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. കാരണം ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രൊഫഷണലി ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, വലിയ രീതിയിലുള്ള വരുമാനമൊന്നും നമുക്ക് ഉണ്ടാകില്ല. അത് വെച്ചിട്ട് നമുക്ക് കുടുംബം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം എത്തിയ സമയത്ത് അതിൽ നിന്നും പിന്മാറി പരിശീലക രംഗത്തേക്കും അതോടൊപ്പം സെവൻസ് മത്സരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ പരിശീലക രംഗത്തേക്ക് വരികയും ആ ഒരു സമയത്ത് തന്നെയുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് സാധിക്കാൻ കഴിയാതെ പോയ ഒരു കാര്യം എൻ്റെ കീഴിൽ വരുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് എങ്കിലും കഴിയാൻ അവരെ സഹായിക്കണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പരിശീലക രംഗത്തേക്ക് വന്നതും. അതിനുശേഷം അത് കുറച്ചും കൂടി സ്വന്തമായിട്ടുള്ള പല ഐഡിയാസും ഇതും നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ തന്നെ ഭാഗമാകണം എന്നുള്ള എയിമിലാണ് ലൂക്ക സോക്കർ അക്കാദമി എന്നുള്ള പേരിൽ 2017 നമ്മൾ അക്കാദമി ആയിട്ട് ആരംഭിച്ചത്. അത് കൊണ്ടോട്ടി EMEA കോളേജ് ഗ്രൗണ്ടിൽ ആഴ്ചയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന, അതായത് ശനി ഞായർ ദിവസങ്ങളിലുള്ള പരിശീലന സെഷനുകളായിട്ട് വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ ആരംഭിച്ചതാണ്. അന്ന് 400 രൂപ ഫീസൊക്കെ വാങ്ങിയിട്ടാണ് അന്ന് എന്ത് ചെയ്തത്, അക്കാദമി ആരംഭിച്ചത്. സോ അന്ന് ഒരുപാട് ആളുകൾ അത് ചോദ്യം ചെയ്തിരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല, അങ്ങനെ ഫീസൊന്നും വാങ്ങിയിട്ട് ഫുട്ബോൾ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ഇപ്പോഴും പല ആളുകളുടെയും കൺസെപ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ലൂക്ക സോക്കർ ക്ലബ്ബ് ഇപ്പോൾ ജനങ്ങളെ മുന്നിൽ നിൽക്കുന്നതും. കാരണം ലൂക്കനെ പോലുള്ള ഒരു ക്ലബിനെ കേരളത്തിന് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം 7 വർഷമായിട്ടും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും. ഇന്നും പല കുട്ടികളിലും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ക്ലബിന്റെ ഭാഗമാകാൻ വരുന്നതൊക്കെ ആ ഒരു ആവശ്യകത ഉള്ളത്. ഒരു വൻ ക്ലബായിട്ട് വളർന്നു. അതെ 7 ഇയേഴ്സ് 7ാമത്തെ വർഷത്തിലേക്ക് ഈ ജൂലൈയിൽ നമ്മുടെ 7ാമത്തെ വർഷമാണ്. സോ നല്ല രീതിയിലുള്ള ഒരു വാർഷിക പ്രോഗ്രാമൊക്കെ നടത്തണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു 7 വർഷം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ലൂക്ക കളിക്കുന്ന ഒരു റേഞ്ച് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഇൻട്രോയിൽ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റേ
ഇന്ത്യയിലെ ഉടനീളം ഫേമസ് ആയിട്ടുള്ള, അപ്പൊ ഞാൻ തല്ലാണെന്ന് വിചാരിക്കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളുള്ള പറഞ്ഞു കൊടുത്തേ. ഇതില് ലൂക്കാസ് സോക്കർ ക്ലബ്ബ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ഈ വർഷമല്ല അതിന്റെ കഴിഞ്ഞ വർഷം വരെ കേരള വുമൻസ് ലീഗിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിന് പുറമെ നമ്മുടെ യൂത്ത് ടീമുകൾ, അക്കാദമി ടീമുകൾ ഓൾ ഇന്ത്യ, ഓൾ കേരള ലെവലുള്ള അക്കാദമി ക്ലബ് ലെവലുള്ള മത്സരങ്ങളിലൊക്കെയും അതോടൊപ്പം യൂത്ത് ലീഗുകൾ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലുള്ള അക്കാദമികളൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന YSL എന്നുള്ള ഒരു ഇവന്റ് ഉണ്ട്. അണ്ടർ 17, അണ്ടർ 15 കാറ്റഗറിയിൽ നടക്കുന്ന അതിൽ YSL ഒക്കെ പോലുള്ള ഒരു കോമ്പറ്റീറ്റീവ് ലീഗ് ടൂർണമെന്റിൽ നമ്മുടെ യൂത്ത് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ മറ്റു ടൂർണമെന്റുകളിലൊക്കെ പങ്കെടുക്കുകയാണ്, ഓൾ ഇന്ത്യ ലെവലിലൊക്കെയാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ സീനിയർ ലെവലിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന ഒരു ടീമും ലൂക്കാസ് സോക്കർ ക്ലബ്ബാണ്. എന്നിരുന്നാലും ഏതൊരു ക്ലബിനും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് അതുപോലെ തന്നെ മറ്റു പല ഫിനാൻഷ്യൽ സോഴ്സ് കൂടി വേണം. സോ ഇതാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള പല ക്ലബ്ബുകളും, അത് ഈവൻ ടോപ്പ് ലെവലുള്ള ക്ലബ്ബുകളാണെങ്കിൽ പോലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. കാരണം നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ നേടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം നമ്മളൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ഇവന്റുകളും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നടക്കുന്ന ഏരിയകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ടീമിന് ആ ഒരു കോമ്പറ്റീഷന് മാത്രം അറൗണ്ട് ഒരു 25 to 30-35 മിനിമം ബഡ്ജറ്റ് ഒരു വർഷം കേരള പ്രീമിയർ ലീഗ് മാത്രം കളിക്കാൻ 35 lakhs മിനിമം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 6 to 8 months പ്രോപ്പറായിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്താൽ, അതായത് അവരെ ഭക്ഷണം, താമസം, ട്രെയിനിങ് ഫെസിലിറ്റീസ്, കോച്ചസ്, അതുപോലെ കോമ്പറ്റീഷൻ എക്സ്പെൻസസ് ഇതൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 25 to 35 lakh വേണ്ടി വരും മിനിമം. എന്നാൽ വെറും കോമ്പറ്റീഷന് മാത്രം പോയി കളിച്ചിട്ട് ആ പരിശീലനമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, മത്സരത്തിന് വരുന്ന ദിവസങ്ങൾ പ്ലേയേഴ്സിന് സാലറി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 10 to 15 lakhന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒക്കെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ശരിക്കും സ്പോൺസർഷിപ്പ് മുതലാണ് ഓടുന്നത്. അതെ, മെയിൻലി. പക്ഷെ ലൂക്കാസ് സോക്കർ ക്ലബിന് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള സ്പോൺസർഷിപ്പും കിട്ടുന്നില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ, അതും വളരെ ചുരുങ്ങിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുപാതികമായിട്ട് ചെലവിനോട് അനുപാതികമായിട്ട് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാം. ആ ഒരു രീതിയിലുള്ള ചെറിയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തരുന്ന ചെറിയ സപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പായിട്ട് ലൂക്കാസ് സോക്കർ ക്ലബിനുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലബിൽ നിന്ന് തന്നെയുള്ള അക്കാദമി പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല ഇവന്റുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും പിന്നെ മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും അല്ല, ക്ലബിന്റെ ലൂക്കാസ് സോക്കർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിക്ക് കീഴിലാണ് ക്ലബ്ബ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ 60% ഓഫ് ഷെയർ ആണ് എനിക്കുള്ളത്. ബാക്കി 40% ഷെയർ 25% ഷെയർ ഉള്ളത് ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്കാണ്. അബ്രിക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ്, അതിൻ്റെ ഓണറാണ് അദ്ദേഹം. ഭയങ്കര ഫുട്ബോൾ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളൊരു സ്പോൺസർഷിപ്പിന് വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ച് ക്ലബിന്റെ ഭാഗമായതാണ്. അതേപോലെ 15% മുസ്തഫ കമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോയം കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള മുസ്തഫ കമാൽ ആ ഒരു കണ്ടിരുന്നു മുന്നേ ഒരു പ്രോംകാന്റെ ഒരു വീഡിയോയിൽ മുസ്തഫ അവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു സെഷൻ മുസ്തഫാക്ക നമ്മളെ ഭാഗമായതാണ്. നമ്മളെ ചാനലിൽ വരും കേട്ടോ. ഓക്കെ മുസ്തഫാക്ക നമ്മുടെ ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പായിട്ട് കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷമാണ് നമ്മുടെ പ്രൊജക്റ്റുകളെ നമ്മളെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച ക്ലബിന്റെ ഭാഗമാവാൻ തയ്യാറായതൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ സീസൺ വരെ, കഴിഞ്ഞ നവംബർ 30 വരെ തന്നെ ആയ സമയത്ത് നമ്മൾ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ ആയിരുന്നു. കോവിഡിന്റെ ഒരു രണ്ടാമത്തെ കോവിഡ് വരവ് എന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ലൂക്കാസ് സോക്കർ ഹബ്ബ് എന്ന്. ഞങ്ങൾ വളരെ നല്ല പ്രതീക്ഷയോടുകൂടി അനൗൺസ് ചെയ്ത വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റി, ഒരു സ്റ്റേഡിയവും അതോടൊപ്പം ട്രെയിനിങ് ഗ്രൗണ്ടും ഹോസ്റ്റൽ ആൻഡ് ലൈക്ക് ഒരു ഫുട്ബോളർ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹബ്ബ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഷാജിക്ക തന്നെയാണ് അതിൻ്റെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. നമ്മൾ സ്ഥലം കൈപ്പറ്റുകയും ചെയ്തു, സ്ഥലം വാങ്ങുകയും ചെയ്തു. പക്ഷെ അവിടുത്തെ വൈഡ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ വർക്ക് പെർമിറ്റ് കിട്ടാതിരിക്കുകയും പിന്നെ ആ സ്ഥലം കൈമാറ്റം ചെയ്യാൻ കാലതാമസം നേരിടുകയും ചെയ്യും. ആ സമയത്ത് കോവിഡ് മൂലമുള്ള ഞങ്ങളുടെ പല ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നത് മൂലം ആ ഒരു പ്രോജക്റ്റ് ഹോൾഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ അത്
എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ ഞങ്ങൾക്ക് ബാധിച്ചു. അതിനാൽ കഴിഞ്ഞൊരു 2 വർഷങ്ങളായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഏരിയ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തരത്തിലും ബാലൻസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഏകദേശം പോരായ്മകളൊക്കെ പരിഹരിച്ചു, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചു, പുതിയ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുകയും ആ ഒരു പുതിയ ഒരു കാൽവെപ്പിലേക്ക് കടക്കാം. അടുത്ത കൊല്ലം പുതിയ ലോക്കായിരിക്കും, കുറച്ചുകൂടി പുതിയ, അതായത് ഇപ്പോ ജനങ്ങൾ നമ്മളെടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം നൽകാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അത് ആ ഒരു നമ്മളെടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ഡെലിവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമാകുന്ന രീതിയിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെ. നിലവില് ഇപ്പൊ കേരള ഫുട്ബോളിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലൂക്കാസ് സോക്കർ ക്ലബിനെ പോലുള്ള ക്ലബ്ബുകൾ വന്നത് ഈ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഒരുപാട് ക്ലബ്ബുകൾ വരാൻ കാരണമായിട്ടുണ്ട്. അതായത് ലൂക്കാസ് സോക്കർ ക്ലബിനെ പോലെ പോലെ ഒരാൾക്ക് ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് അത് സ്റ്റേറ്റ് ലെവലിലുള്ള കോമ്പറ്റീഷൻ, നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇത് പറ്റുമെന്നുള്ള രീതിയിൽ ഒരുപാട് ക്ലബ്ബുകൾ പിന്നെ വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കുറെ ക്ലബ്ബുകൾ കുട്ടികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോ ടോപ്പ് ലെവലിൽ ഫുട്ബോൾ കളിക്കണ ഒരുപാട് കുട്ടികൾ ലൂക്കയും ഒരു ചവിട്ടുപടിയാക്കിയിട്ട് മുന്നോട്ട് പോകാനുണ്ട്. അവര് ലൂക്കയുടെ അക്കാദമിയിൽ നിന്ന് വന്ന കുട്ടികളല്ല, പക്ഷെ അവര് 1-2 വർഷങ്ങളിൽ ലൂക്കക്ക് വേണ്ടിയിട്ട് കളിച്ച് ആ ഒരു വർഷങ്ങളിലെ പെർഫോമൻസ് മൂലം നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ട് ഇന്ന് ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഹൈദരാബാദ് FC കളിക്കുന്ന റിബിയു, അതുപോലെ തന്നെ ഇന്ത്യക്ക് അണ്ടർ 20. അത് അതിൽ വേറെ ഒരു ക്ലബ് എന്താ അറിയോ, ക്ലബിനേക്കാൾ ഉപരി എല്ലാവരും അല്ല, ഇതില് ഇപ്പോ ലൂക്കാസ് സോക്കർ ക്ലബിന്റെ ആദ്യത്തെ അനൗൺസ്മെന്റ് ഡേയില് ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു 8 വർഷം കൊണ്ട് ലൂക്കയിലൂടെ ഒരു ഇന്ത്യൻ പ്ലെയറെ നമുക്ക് നൽകാൻ കഴിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ 7 വർഷത്തിന്റെ ഇടയിൽ തന്നെ 2 ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്ക് റബിയും PV വിഷ്ണുവും ലൂക്കാസ് സോക്കർ ക്ലബിന് വേണ്ടിയിട്ട് 1 വർഷത്തോളം കളിക്കുകയും അതിലപ്പുറം നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അത് വളരെ ഒരു സന്തോഷം തരുന്ന നിമിഷമാണ്. ഞാൻ വീണ്ടും പറയുന്നു, അവർ നമ്മുടെ അക്കാദമിയിൽ നിന്ന് അങ്ങനെ വളർന്നു വന്ന കുട്ടികളല്ല, അവർ പല നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ലൂക്കന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷെ അവർ ആ ലൂക്കന്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവരുടെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ ലൂക്ക ഒരു പ്ലാറ്റ്ഫോമായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് അവർ ലൂക്കയിൽ കണ്ടിട്ടാണ് ലൂക്കന്റെ ഭാഗം ആവുന്നത്. സോ ആ ഒരു പോസിറ്റീവ് ഭാഗം അവർക്ക് നെഗറ്റീവായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അവർ പ്രൂവ് ചെയ്തത്. അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി അവരുടെ കരിയറിന് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. അവർ ആ ഒരു ടോപ്പ് ലെവലിൽ ഫുട്ബോളിൽ നിലനിൽക്കുന്നുണ്ട്. അവർ ഇപ്പോഴും നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്, ഞാൻ അവരോടും സംസാരിക്കാറുണ്ട്. സോ അത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞു, ഇന്നും പറഞ്ഞു കഴിഞ്ഞു. Then what is tomorrow? സോ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കൂടുതൽ മികച്ച പ്രൊജക്റ്റുകൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ ഇനി കഴിയണം. ഈ ഒരു ആദ്യത്തെ 7 വർഷം ഒരു ക്ലബ്ബ് നിലനിൽക്കുക എന്നുള്ളതിലാണ് ഞങ്ങൾ എയിം ചെയ്തത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ വരികയും ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗം തുടങ്ങി കുടുങ്ങി. അപ്പം അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അറിയാം, ലൂക്കനെ ഫോളോ ചെയ്യുന്ന പല ആളുകൾക്ക് അറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ടൊക്കെ റിസൾട്ട് വളരെ മോശമാണ്. കാരണം നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിലും നമ്മുടെ പെർഫോമൻസിലും നമ്മളെല്ലാ കാര്യങ്ങളിലും വളരെ ലിമിറ്റഡ് ആയിട്ട് ആണ് അത് പ്രവർത്തിപ്പിച്ചിരുന്നത്. യെസ് അത് ക്ലബിനെ നിലനിർത്തുക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ്. കാരണം ക്ലബ്ബ് ഉണ്ടെങ്കിലേ അവസരങ്ങളുള്ളൂ. അതിന് പകരം നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളെ കൊണ്ട് കഴിയാത്ത രീതിയിൽ, മാനേജ്മെന്റിനെ കൊണ്ട് കഴിയാത്ത രീതിയിൽ ഒരു ഫണ്ട് ചെലവാക്കിയിട്ട് ഞങ്ങളുടെ താല്പര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ക്ലബ്ബ് പൂട്ടിപ്പോകേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്തു, അത് കാര്യമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലങ്ങളൊക്കെ പരിഹരിച്ചു. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. സോ അതിൽ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു, നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡുള്ള കളിക്കാരെ വളർത്തിയെടുക്കണം. അതിന് ഏറ്റവും അടിത്തട്ടിൽ മുതലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് എൻ്റെ മനസ്സിൽ ആദ്യം മുതലേ ഉള്ളതാണ്. അത് കൊറോണയുടെ മുന്നേ
അക്കാദമി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയുടെ കൊണ്ടോട്ടിയുടെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ ടർഫുകൾ കേന്ദ്രീകരിച്ചൊക്കെ. അത് കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസിലേക്ക് മാറ്റിയിട്ട് വളരെ വലിയൊരു പ്രൊജക്റ്റായിട്ട് ഞങ്ങളിപ്പോൾ പുനരവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഫുട്ബോൾ ഫോർ ഫ്യൂച്ചർ എന്നുള്ള പേരിൽ ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫുട്ബോൾ. സോ ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫുട്ബോളാണ് ഫ്യൂച്ചറിന്. അതേപോലെ ഫ്യൂച്ചർ ഫുട്ബോളാണ്. സോ അത് വെറും ഒരു കളിക്കാരനോ അല്ലെങ്കിൽ വെറും ഒരു പരിശീലകനോ മാത്രം ഒതുങ്ങുന്നതല്ല. ഫുട്ബോൾ നമ്മുടെ ലൂക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റിക്കൊക്കെ ആ ഫുട്ബോളാണ് ഫ്യൂച്ചർ. അത് ത്രൂ അവരുടെ ഒരു കുട്ടിയുടെ ലൈഫ് മാത്രം, അത് ചിലപ്പം അയാളുടെ പ്രൊഫഷണലായിട്ടുള്ള ജീവിതമായിരിക്കില്ല അയാൾക്ക് നൽകുക. പക്ഷെ ഫുട്ബോൾ ത്രൂ അയാൾ ഒരു നല്ല മനുഷ്യനാകാം, അല്ലെങ്കിൽ ഫുട്ബോളിൽ തന്നെയുള്ള മറ്റു പല സാധ്യതകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഡെവലപ്പ് ചെയ്ത കരിയർ ത്രൂ അവരുടെ ഫാമിലിയെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു ടോട്ടൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് ആ ഒരു പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. എന്നാൽ ഇതുപോലുള്ള എല്ലാ ഏരിയകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അതായത് ഫുട്ബോൾ ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ്. അത് വെറും ഒരു കളിയായിട്ടാണ് ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. അതിന് ഒരു കാതലായിട്ടുള്ള മാറ്റം വേണം. സോ അതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിന് ഭയങ്കര വേരോട്ടുള്ള സ്ഥലമാണ്. പക്ഷെ മലപ്പുറത്ത് ക്വാളിറ്റി കോച്ചസ് കുറവാണ്. കോച്ചസും അതേപോലെ തന്നെ കളിക്കാരും കുറവാണ്. ശരിയായിരിക്കും. പക്ഷെ ഞാൻ മലപ്പുറത്തുള്ള ആളാണ്, മലപ്പുറത്ത് കോച്ചാണ്. പക്ഷെ നമ്മുടെ കളിക്കാരൊക്കെ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് വിരലിൽ എണ്ണാവുന്ന കളിക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത്ര പ്ലേയേഴ്സ് വരേണ്ടത് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നതിന്റെ ഒരു 5-10 ഇരട്ടി കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വരും. ജനസംഖ്യ മാത്രമല്ല, കളിക്കുന്ന ആളുകളുടെ എണ്ണവും ഗ്രൗണ്ടുകളുടെ എണ്ണവും എല്ലാം കൊണ്ട് മലപ്പുറം ജില്ല മുകളിലാണ്. അപ്പൊ ആ സമയത്ത് അതിലപ്പുറം കുട്ടികൾ എന്ത് ചെയ്യണം, മലപ്പുറം ജില്ലയിൽ നിന്ന് എത്തിപ്പെടണം. അത് മലപ്പുറം ജില്ലയിലത് ഫുട്ബോൾ ഭ്രാന്ത് അല്ല, ഭ്രാന്ത് മാത്രമായിട്ട് മാറുകയാണ്. നേർക്ക് അത് ഫുട്ബോൾ ഭ്രാന്ത് ആകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ? സെവൻസ് തീർച്ചയായിട്ടും. സെവൻസ് എല്ലാത്തിനും അതിന്റെ ഗുണവും ദോഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ നമുക്ക് ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിനും ഗുണമുണ്ട് ദോഷമുണ്ട്. അതേപോലെ തന്നെയാണ് സെവൻസിനും നല്ല വശങ്ങളും ഉണ്ട്, എന്നാൽ അത് ഈ ദോഷവശങ്ങളും ഉണ്ട്. മീൻസ് അത് ഞാൻ സെവൻസ് കളിച്ചിരുന്ന ആളാണ്. കാരണം ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സെവൻസ് ഗ്രൗണ്ടിൽ തന്നെയാണ്. ഓക്കെ. കാരണം നമുക്കന്ന് വേറെ മറ്റു ഓപ്പർച്യൂണിറ്റീസും ഇല്ല. ഇന്നത്തെ പോലെ നമുക്ക് പ്രൊഫഷണൽ ലീഗുകളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമുക്ക് കോളേജ് ലെവലിൽ കളിച്ചിരുന്നു മാത്രമല്ല, സെവൻസ് ക്ലബൊക്കെ കൊണ്ടുവരുന്നിരുന്നു. തീർച്ചയായിട്ടും സെവൻസ് ഓൾ ഇന്ത്യ സെവൻസിൽ ടീം മാനേജ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകളെ ഇപ്പൊ സെവൻസ് കഴിഞ്ഞ് ഞാൻ പല ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ തുറന്ന് നമ്മളെ മുന്നിൽ പറയല്ല. ഈ നല്ല ലെവലിലെത്തിയ ആളുകളൊക്കെ ഞങ്ങളിങ്ങനെ മുന്നേ സെവൻസ് ഗ്രൗണ്ടിലായിരുന്നു കണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോ സെവൻസിന്റെ കാര്യം പറയണ്ട, എന്തോ ഒരു മോശമുള്ള മാതിരിയാണ് പറയാം. ഒരിക്കലും എന്നെ സംബന്ധിച്ച് അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ എന്തിനാണ് തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് കൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ 1000 രൂപയിൽ ഒരു ക്ലബ്ബ് ആരംഭിക്കാനൊക്കെ എനിക്കുള്ള ഒരു ധൈര്യം തന്നതും അത് ഈ ഒരു രീതിയിൽ മുന്നോട്ട്. കളിക്കുന്ന കുട്ടികൾ സെവൻസ് ആണെന്ന് തന്നെ കാണണം. അതിലല്ല കരിയർ കിടക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് സെവൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ഫുട്ബോളിൽ ഒരു അവസരം നിഷേധിക്കപ്പെട്ട, അതായത് ഒരു 24-25 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് വരുമാന മാർഗമായിട്ട്, സ്ഥിര വരുമാന മാർഗമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സെവൻസ് കളിക്കുന്നത് ജീവിതത്തിൽ വളരെ അവർക്ക് സന്തോഷം നൽകും. എന്നെ പറയുകയാണെങ്കിൽ ജോലിയായി കളിക്കാൻ ഇനി ഓപ്ഷൻ ഒന്നുമില്ല. ആ സമയത്ത് സെവൻസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊരു എക്സ്ട്രാ വരുമാന മാർഗവും, അതേപോലെ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിലനിർത്താനും നമ്മുടെ പാഷൻ ഒരു കോമ്പറ്റീറ്റീവ് രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സെവൻസ് ഹെൽപ്ഫുൾ ആണ്. ഇതില് ഒരു പോയിന്റ് മാറ്റി പറയേണ്ടത്, ശരീരം നല്ലോണം നിലനിർത്തുക എന്നുള്ളതൊക്കെ പണ്ടത്തെ സെവൻസില് ഇപ്പോ കാണുന്നുണ്ടല്ലോ. അതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കളിക്കാൻ പോകുമ്പോ നമ്മുടെ കയ്യിലുണ്ട് കാര്യങ്ങള്. നമ്മള് ഏതൊരു കുട്ടിയോടും ഇപ്പൊ ഒരു കോച്ചും ആളുകളും പറഞ്ഞു കൊടുക്കുക, ക്രൗഡിനനുസരിച്ച് നിങ്ങൾ കളിക്കരുത് എന്നാണ്. സോ അതേപോലെ തന്നെയാണ് സ്വന്തം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഏത് സെവൻസ് മത്സരങ്ങളിൽ പോയാലും അയാൾക്ക് അറിയാം
എന്ന് ആ ഒരു രീതിയിൽ അയാൾക്ക് അതൊക്കെ സംരക്ഷിച്ച് പോകാൻ പറ്റും. പിന്നെ മറ്റ് 11 സൈഡ് ഫുട്ബോളിലും അല്ലെങ്കിൽ വേറെ ഏത് ലെവലിലോ ഫോർമാറ്റിലുള്ള പോലെ തന്നെ പരിക്കുകൾ തന്നെയാണ് സെവൻസിലും വരിക. കുറച്ചൊക്കെ മാരകമായിട്ടുള്ള ഫൗളുകൾ സെവൻസിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കളി കാണുന്ന ആളുകളുടെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യപ്പെടുന്നത്, മാനേജേഴ്സിന്റെ അതേപോലെ തന്നെ കാണികളുടെയും കൂടെ. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം ഒരു സെവൻസ് മാച്ചിൽ ഈ മാരകമായിട്ട് ഫൗള് ചെയ്യുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യണത് ആരായിരിക്കും? ഒരിക്കലും അവരെ വീണ്ടും വീണ്ടും മത്സരങ്ങൾക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? മാത്രമല്ല ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് അഴിഞ്ഞാടുന്നത് ഈ മാനേജ്മെന്റ് കൊടുക്കുന്ന പിന്തുണ കൊണ്ടാ. തീർച്ചയായിട്ടും. അതായത് മാനേജ്മെന്റ് ഇപ്പോ ഞാൻ ഒരു ഗാലറിയിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു മത്സരം കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ടീമിലെ കളിക്കാർ എന്ത് ഫൗൾ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അതിനെ എതിർക്കൂല. അതിന് വരെ ഞാൻ എതിർക്കുന്ന ടീമിലെ കളിക്കാരൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ആ കൾച്ചർ നമ്മൾ കുറച്ച് മാറ്റേണ്ടതുണ്ട്. നമ്മളൊരു ഫുട്ബോൾ ഭ്രാന്ത് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് അതിന് മാറിയിട്ട് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ആരാധകരുമായിട്ടും നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ ലൂക്ക ഫുട്ബോൾ ഫ്യൂച്ചർ പറഞ്ഞു, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെ ആർക്കൊക്കെ ഇത് ഉപകാരപ്പെടും, ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം, ആ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞാൽ. ഫുട്ബോൾ സ്റ്റാർട്ട് ആവും അതുകൂടി ഒന്ന് പറയാം. ഫുട്ബോൾ ഫോർ ഫ്യൂച്ചർ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ 2 വർഷം മലപ്പുറം ജില്ലയിൽ മാത്രം ഫോക്കസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. മറ്റേത് ഇതിന് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് വളരെ ഡിമാൻഡഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇത് പല ഏരിയകളിലേക്ക് തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മേൽനോട്ടം സാധിക്കൂല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അതിന് പകരം ഞങ്ങൾ ആദ്യം മലപ്പുറം ജില്ലയിൽ മാക്സിമം ഞങ്ങളുടെ കണ്ണെത്തുന്ന ഞങ്ങൾക്ക് കയ്യെത്തുന്ന ഏരിയകളിൽ മാക്സിമം ക്വാളിറ്റിയിൽ ഇത് പ്രവർത്തിപ്പിച്ച് അതിൽ ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ 16 സെന്ററുകൾ അനൗൺസ് ചെയ്തു. 15 സെന്ററുകൾ മലപ്പുറം ജില്ലയിലും മലപ്പുറം ജില്ലേന്റെ ഒരു ബോർഡറിൽ അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെന്ററും അടക്കി 16 സെന്ററുകൾ ഞങ്ങൾ എന്ത് ചെയ്തു അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സെന്ററുകളൊക്കെ അവിടുത്തെ ആ ഒരു ഏരിയയിലെ ഏറ്റവും മികച്ച 7A സൈഡ് ടർഫുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ടർഫ് ഓണേഴ്സുമായിട്ട് ടർഫ് മാനേജ്മെന്റായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഗ്രാസ് റൂട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആണ് ഇത് അവതരിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അതിന് പല തരത്തിലുള്ള പ്ലാനുകൾ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പല ഏരിയകളിലും ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഫുട്ബോൾ ട്രെയിനിങ്ങിന് ഫീസ് നൽകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വലിയൊരു ഫീസ് സ്ട്രക്ചറിൽ ഇതൊരിക്കലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീ സ്ട്രക്ചറിലേക്ക് മാറ്റുകയും ആ ഒരു ഫീ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് എങ്ങനെ ക്വാളിറ്റി കൊടുക്കാം എന്നുള്ളതുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ചെറിയ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു 1000 രൂപ വെച്ചിട്ട് ഒരു സെഷൻ ഒരു മാസം എത്ര സെഷൻ പോകും? അപ്പോ 10 സെഷനാണ് മിനിമം ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണത് ഇത് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് 5 വയസ്സ് മുതൽ ഉള്ള കുട്ടികളെ ഞങ്ങൾ ഫോക്കസ് ചെയ്യണത്, ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളെ. ഈ 1000 രൂപക്ക് നിങ്ങളൊരു കുട്ടീൻ്റെ അടുത്ത് വാങ്ങി 10 സെഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ചെയ്തു നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആവും എന്നുള്ളത്. കാരണം നല്ല ക്ലബ്ബുകൾ ഇപ്പൊ നിങ്ങളെ പോലെ ഗുഡ്വിൽ ഉള്ള ഒരു ക്ലബ്ബൊക്കെ ഇപ്പൊ നമ്മൾ പല ക്ലബ്ബുകളുടെയും കാണുന്ന 2-3 രൂപയൊക്കെ ഓരോ മാസം ഫീ വാങ്ങിയിട്ടാണ് പല ക്ലബ്ബുകളും ചെയ്യുന്നത്. അതിൽ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പല ക്ലബ്ബുകളുടെയും ക്യാമ്പുകളുടെയും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ പോയി കാണാറുണ്ട്. ഈ ചെറിയ പൈസക്ക് ഇപ്പം 1000 രൂപ ഫീ എന്ന് പറഞ്ഞ് ഇതിൽ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ അക്കാഡമികളും ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഗവേഷണം, ഒരു പഠനമൊക്കെ നമ്മൾ നടത്തിയിരുന്നു. സോ നമ്മുടെ നാട്ടിലൊന്നും കോച്ചിങ് അല്ല ഗ്രാസ് റൂട്ട് പ്രോജക്റ്റുകളിൽ നടക്കുന്നത്. കോച്ചിങ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയുടെ കുറവും കണ്ടെത്തിയിട്ട് അയാളുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ട് അത് പരിഹരിച്ച് കൊടുക്കുന്നതിനാണ് കോച്ചിങ് എന്ന് പറയുക. ബാക്കിയുള്ളതൊക്കെ ട്രെയിനിങ് പ്രോസസ്സാണ്. സോ നമ്മൾ ഇതിൽ പ്യൂർലി കോച്ചിങ് ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാസ് നമ്പർ ഓഫ് കുട്ടികളെ വെച്ച് ഒരു ട്രെയിനിങ് സെഷൻ എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഫീസ് കുറയുന്നത് കൊണ്ട് 50-60 കുട്ടികളെ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം
നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്പേഴ്സിലേക്ക് ചുരുക്കണത്. ഒരു 24 കുട്ടികളാണ് മാക്സിമം ഒരു ബാച്ചിൽ ഒരേ സമയത്ത് ട്രെയിൻ ചെയ്യുക, ഒറ്റ ബാച്ചായിട്ട്. 24 കുട്ടികളുടെ ഒരു ബാച്ച്. ഒരു കോച്ചല്ല, 24 കുട്ടികളൊന്നും ഒരിക്കലും ഒരു കോച്ചിനെ വെച്ചിട്ട് മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ് തന്നെ ആയിരിക്കും. മിനിമം 8 കുട്ടികൾക്ക് ഒരു പരിശീലകൻ എന്നുള്ള രീതിയിൽ മിനിമം 3 പരിശീലകരും മാക്സിമം 4 പരിശീലകരെ പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സമയം ഒരു സെഷൻ നടക്കുന്ന സമയത്ത് മിനിമം 3 മാക്സിമം 4 കോച്ചസ് ഉണ്ടാകും. ഈ കോച്ചസ് എന്ന് പറയുന്ന സമയത്തും മികച്ച ഫുട്ബോൾ ടെക്നിക്കുകൾ ഉള്ള പരിശീലകരായിരിക്കും ഈ സെന്ററുകളിൽ ഉണ്ടാകുക. അല്ലാതെ ലൈസൻസ് മാത്രം ഒരു കുറെ ആളുകൾ അങ്ങനത്തെ ലൈസൻസ് ഉണ്ട്, അതായത് ഡി ലൈസൻസോ സി ലൈസൻസോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ടെക്നിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഇത് നമ്മുടെ ഇവിടുത്തെ ഗ്രാസ് റൂട്ട് പ്രോജക്റ്റുകളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. കാരണം ഒരു ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ പരിശീലകനാകുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ അയാൾ കോച്ചിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് ഗ്രാസ് റൂട്ടിലേ ചെയ്യാൻ കഴിയുള്ളൂ, മീൻസ് അവസരം കിട്ടുള്ളൂ. ടോപ്പിലേക്ക് പോകണ വലിയ ലൈസൻസ്. പക്ഷെ അതിലാണ് ഇപ്പോ നമ്മള് ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ ജപ്പാനെ പോലുള്ള ഇതൊക്കെ കാണേണ്ടത് അവിടെയാണ്. കാരണം ഗ്രാസ് റൂട്ട് ഫുട്ബോളിൽ ഗ്രാസ് റൂട്ട് ട്രെയിനിങ് ഇതിന്റെ ഭാഗമാകണമെങ്കിൽ അതിന് ടോപ്പ് ലെവൽ ലൈസൻസ് ഉണ്ടായാലും പോരാ, ഗ്രാസ് റൂട്ടിൽ ട്രെയിൻ ചെയ്യിക്കാനുള്ള ലൈസൻസ് തന്നെ വേണം അവിടെ. അതുണ്ടെങ്കിൽ മാത്രമേ ഗ്രാസ് റൂട്ട് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകുന്ന കോച്ചുമാരൊക്കെ ആദ്യം തന്നെ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രൊജക്റ്റ് ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ 25 മുതൽ ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അറൗണ്ട് 10ഓളം സെന്ററുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുകയും ബാക്കിയുള്ള സെന്ററുകൾ അടുത്ത മെയ്യോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രോപ്പർ ഞങ്ങളുടെ ഓരോ വർഷത്തെ വാർഷിക ട്രെയിനിങ് പ്രോഗ്രാം ആദ്യം തന്നെ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രൊജക്റ്റ് ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ 25 മുതൽ ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അറൗണ്ട് 10ഓളം സെന്ററുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുകയും ബാക്കിയുള്ള സെന്ററുകൾ അടുത്ത മെയ്യോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രോപ്പർ ഞങ്ങളുടെ ഓരോ വർഷത്തെ വാർഷിക ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുക ജൂൺ മുതലാണ്. ജൂൺ മുതൽ മാർച്ച് വരെയാണ് ഓരോ സീസൺ വരുന്നത്. സോ മാർച്ച് കഴിയുന്ന സമയത്ത് ഈ ഓരോ സെന്ററിലെയും കുട്ടികൾ അടുത്ത സ്റ്റേജിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അവരുടെ പെർഫോമൻസും അവരുടെ പ്രായം അനുസരിച്ച് അടുത്ത ലെവലിലേക്ക് പെർഫോം ചെയ്യും. അങ്ങനെ 15 വയസ്സ് കഴിയുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ എല്ലാ സെന്ററുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സമ്മർ ക്യാമ്പ് നൽകുകയും ആ സമ്മർ ക്യാമ്പിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 15 കുട്ടികൾക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിന് ഫുൾ സ്കോളർഷിപ്പോട് കൂട്ടിയിട്ട് ലൂക്കയുടെ അണ്ടർ 17 ടീമിലേക്കും അണ്ടർ 21 ടീമിലേക്കും കളിക്കാനുള്ള ഒരു പ്രൊമോഷൻ, ഒരു പ്ലെയർ പാത്വേ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 15 പ്ലേയേഴ്സിന് നമ്മുടെ എലൈറ്റ് സ്ക്വാഡുകളിൽ അണ്ടർ 17 സ്ക്വാഡിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യും ഓരോ വർഷം. ഒരു അതായത് അണ്ടർ 17 കഴിയുമ്പോൾ അതിൽ നിന്ന് അണ്ടർ 21ലേക്കും അങ്ങനെ ടോട്ടൽ. അതായത് 15 വയസ്സ് കഴിയുന്ന കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 to 5 ഇയർ കോൺട്രാക്റ്റോട് കൂടിയിട്ട് ഫുൾ സ്കോളർഷിപ്പിൽ നമ്മുടെ അണ്ടർ 17 ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മലപ്പുറം ജില്ലേൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള കളിക്കാരെ കണ്ടെത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളായിരിക്കും ഞങ്ങളുടെ ഈ ഒരു ബാച്ചിലേക്ക് വരിക. അത് ഞങ്ങളുടെ സീനിയർ ടീമിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഗുണകരമാകും. അതോടൊപ്പം ഒരു 3 വർഷം കഴിയുമ്പോഴത്തേനൊക്കെ ഇതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന കുട്ടികളെ ഇന്റർനാഷണൽ എക്സ്പോസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവൽ പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം അതിനനുസരിച്ച് പുറത്തുള്ള ടോപ്പ് ലെവൽ ഫുട്ബോൾ ക്ലബ്ബുകളായിട്ട് ടൈപ്പ് ആകുകയും അവർക്ക് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ടൂർണമെന്റുകളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള പ്ലാനും ഉണ്ട്. അതിന്റെ സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ലൂക്കന്റെ പ്ലാനുകൾ. അപ്പോൾ ഈ പറഞ്ഞ പ്ലാനുകളിൽ മലപ്പുറം മാത്രമേ ഉള്ളൂ? നിലവിൽ പറഞ്ഞ പ്ലാനുകളിൽ മലപ്പുറം മാത്രമേ ഉള്ളൂ? ഇല്ല, മലപ്പുറം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനും ഇന്ത്യക്കും വേണ്ടിയിട്ട് പിന്നീട് അത് ഫുട്ബോൾ ഫോർ ഫ്യൂച്ചർ ഒക്കെ ബാക്കി ജില്ലകളിലും എത്തും. തീർച്ചയായിട്ടും. അപ്പൊ അത് കഴിഞ്ഞാൽ അങ്ങനെ ആവുമ്പോൾ ലൂക്ക മൊത്തം കേരളത്തിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാവും. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിലൊക്കെ അതിന്റെ അലയടികൾ കാണട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിലവില് ഈ ഓരോ ദിവസവും ഇന്ത്യന്റെ കളി കാണുമ്പോൾ
ഒരു പ്രതീക്ഷ ഇല്ലാത്ത രൂപത്തിലേക്കാണ് പ്രതീക്ഷ മാത്രല്ല നമുക്ക് പല സങ്കടവും അതേപോലെ തന്നെ അമർഷമൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇൻസ്റ്റാഗ്രാം പേജിനൊക്കെ താഴെ ഞാനൊരു കമന്റ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിന്റെ ഉള്ളിലും പുറത്തുനിന്നുള്ള എന്നെ അറിയുന്നവരും അറിയാത്തവരായിട്ടുള്ള ആളുകളൊക്കെ കോച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് അല്ലെങ്കിൽ ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു 2004-5 വർഷം മുതൽ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, ലൈവ് ടെലികാസ്റ്റ് ഇല്ല. ആ സമയത്ത് DD സ്പോർട്സിൽ ദേശീയ ലീഗ് കണ്ട് തുടങ്ങിയ ഫുട്ബോളിനെ ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇന്ത്യൻ ബാങ്കും 405 ഐ തിങ്ക് കറക്റ്റ് ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. 405 തന്നെ ഇന്ത്യൻ ഫുട്ബോൾ DD സ്പോർട്സിൽ ദേശീയ ലീഗൊക്കെ കണ്ടിട്ട് ഫെഡറേഷൻ കപ്പ് ഒക്കെ കളി കണ്ട് അതേപോലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ലൈവായിട്ട് പോയിട്ട് SBTയുടെയും വിഭാ കേരളയുടെയും ഒക്കെ കളി സ്കൂള് കട്ട് ചെയ്ത് അന്ന് പോയി കണ്ടിരുന്ന ഒരു ഫുട്ബോൾ ഭ്രാന്തനാണ് ഞാൻ. അപ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ട് കളിച്ചിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എവിടെ പഠിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാട്ടോ. സാധാരണ കേരളത്തിലെ കോച്ചസിന് ലാംഗ്വേജ് ഭയങ്കര ഒരു പ്രശ്നമാണ്. പക്ഷെ നവാസിന് ലാംഗ്വേജ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നത് അത് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സെവൻസ് മത്സരങ്ങളിൽ ഫോറിൻ പ്ലേയേഴ്സുമായിട്ട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പ്രൊഡക്റ്റ് ഒന്നല്ല. നമ്മളൊക്കെ സാധാ ഗവൺമെന്റ് സ്കൂളും അതേപോലെ തന്നെ പക്ക ഫുട്ബോൾ തന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് യാത്രകൾ ഫുട്ബോളുമായിട്ട് കോളേജ് ലെവൽ, യൂണിവേഴ്സിറ്റി ലെവൽ, അതേമാതിരി ക്ലബിനെ കൊണ്ടും പോകുന്നതുകൊണ്ട് ഹിന്ദിയും അതേപോലെ ഇംഗ്ലീഷും ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ സംസാരിക്കാനൊക്കെ അപ്പൊ അതൊക്കെ അങ്ങനെ അതൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. പിന്നെ ടീമിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ലാസ്റ്റ് 3-4 ഇയേഴ്സ് ഒരുപാട് പന്തളിയിൽ സജീവമായിട്ട് ഇറങ്ങിയ ലാംഗ്വേജും കിട്ടും തീർച്ചയായിട്ടും. ഞാൻ പറയാം, എനിക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ, ഈവൻ ഞാനാണെങ്കിൽ കൂടി ലാംഗ്വേജുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ലാംഗ്വേജ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഫുട്ബോളിലൂടെയാണ്. ഞാൻ പല മാനേജ്മെന്റ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫുട്ബോൾ പറഞ്ഞ ഗെയിമിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ISL വരുന്ന സമയത്ത് നമ്മൾ വലിയൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. 10-11 വർഷമായി ഇപ്പോൾ ISL വന്നിട്ട്. പക്ഷെ ആലോചിച്ച് നോക്കി എന്ത് മാറ്റാൻ നമുക്ക് ഉണ്ടായത്. ഒരു ഫാൻ എൻഗേജ്മെന്റിൽ മാത്രം, അതേപോലെ തന്നെ ഫുട്ബോളേഴ്സിന് കിട്ടുന്ന സൗകര്യങ്ങളിലും അതുപോലെ സമ്പത്തിലും ഒക്കെ ഒരു മാറ്റം വന്നിട്ടുള്ളൂ. പണ്ടൊക്കെ പറയുന്നു ഗ്രൗണ്ടില്ല, നല്ല ഫെസിലിറ്റി ഇല്ല. അതൊക്കെ വന്നതിന് ശേഷം അതായത് 10-11 വർഷമായി നമ്മൾ ഈ സൗകര്യങ്ങൾ യൂസ് ചെയ്യണു. നല്ല പരിശീലകർ വന്നു, നല്ല ഗ്രൗണ്ടുകൾ വന്നു, നല്ല പണം സമ്പാദിക്കുന്നുണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സ്, ഫെയിം വന്നു, എല്ലാ സൗകര്യങ്ങളും വന്നു. പക്ഷെ നമ്മളിവിടുത്തെ ഫുട്ബോൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനോടുള്ള മത്സരത്തിൽ ഫൈനൽ തേർഡിൽ 2-3 പാസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ, നല്ലൊരു അറ്റംപ്റ്റ് ചെയ്യാൻ പോലും നമ്മളെ ടീമുകൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. 40 അടുക്കുന്ന ഒരു സുനിൽ ഛേത്രി ഗോളടിക്കണം എന്നും പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഈവൻ നമുക്കൊരു ക്വാളിറ്റി പ്ലേയേഴ്സ് ഇല്ല. പിന്നെ ISL കളിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ടോപ്പ് പ്ലേയേഴ്സ് ആണ്. കാരണം ISL ഓപ്പോസിറ്റ് കളിക്കുന്നതും നമ്മളെ പ്ലേയേഴ്സ് തന്നെയാണ്. അത് മേജർ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഫോറിൻ പ്ലേയേഴ്സ് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ അത് ഫോറിൻ പ്ലേയേഴ്സിന്റെ നമ്പർ കുറച്ചുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ടോപ്പ് ലെവൽ കൺട്രീസ് ഫുട്ബോളിലെ അതൊരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മളെ അവസരം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഫോറിനേഴ്സിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ 2 തരത്തിൽ കാണാം. ഒന്ന് ഗുണമായിട്ട് കാണാം, ഒന്ന് ദോഷമായിട്ട് കാണാം. അതായത് എന്നെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് വേൾഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഫുട്ബോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ അവിടെ എന്ത് റൂളാണുള്ളത് എന്ന് ആലോചിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഒരു ഉദാഹരണം പറയാം. 11 പ്ലേയേഴ്സും ഫോറിനേഴ്സ് കളിക്കാമെന്നൊരു നിയമം ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 11 ഫോറിനേഴ്സിനെ എല്ലാ കൊല്ലം കളിപ്പിച്ചാൽ എങ്ങനെ കേരളത്തിലെ പ്ലേയേഴ്സിന് കളിക്കാൻ ചാൻസ്? അതില് ഇപ്പോ നിങ്ങൾ ഈ എല്ലാ ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി ലൂക്ക ISL കളിക്കുകയാണെങ്കിൽ ആസ് എ ടീം ഓണർ, ആസ് എ ടീം കോച്ച്, ആസ് എ ടീം മാനേജർ എല്ലാം സന്തോഷ് മറ്റേ എന്താ പറയാ ഒരു സന്തോഷ് പണ്ഡിറ്റുമായിട്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്ന നവാസാണല്ലോ. ലൂക്ക അങ്ങനെ 11 ഫോറിനേഴ്സിനെ കൊണ്ടുവരാണെങ്കിൽ അത് ഗുണമായിരിക്കോ ദോഷം? അത് ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ ഇത് കാലക്രമേണ ഇപ്പൊ ഈ ലൂക്കക്കായാലും അല്ലെങ്കിൽ മറ്റേത് ക്ലബിനായാലും സ്വന്തം കളിക്കാരെ ആ ലെവലിലേക്ക് എത്തിക്കേണ്ട ആവശ്യകത വരും.
കാരണം പ്രോഫിറ്റിൻ്റെത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഒരു ക്ലബ്ബ് കുറെ ട്രോഫികൾ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത് തന്നെയല്ല ഒരു ക്ലബ്ബും ഫോക്കസ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിക്ക് എന്ത്, ആ ഒരു ക്ലബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് നൽകി എന്നുള്ളൊരു ചോദ്യം വരും. സ്വാഭാവികമായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ നാട്ടില് ഒരു പരിപാടിക്കും കൂടാത്ത പൈസക്കാരനെ പോലെ അത്രേ ഉള്ളൂ. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, ISL തന്നെ ഇപ്പോ ഷീൽഡ് നേടിയിട്ടുള്ള മോഹൻ പോലും അവരുടെ മോഹൻ ഫാൻസിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ പേര് വരെ എന്ത് ചെയ്ത് വന്നു, ടോട്ടലി മാറ്റേണ്ടി വന്നു. യെസ് അവര് ട്രോഫി അടിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാധകർ ഹാപ്പി ആകുന്നില്ല. സോ അതേപോലെ തന്നെ ഇപ്പോ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നിന്നുള്ള കൂടുതൽ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ ആ പ്ലേയേഴ്സിന്റെ ഒരു സ്പിരിറ്റ്, അതേപോലെ തന്നെ അതുകൊണ്ടുള്ള തൂക്കിക്ക് സോഷ്യൽ മീഡിയ സാല് ഷീൽഡിന്റെ ഫോട്ടോ ഇട്ടിട്ടേ ആദ്യം പറഞ്ഞല്ലോ ഇങ്ങോട്ട് പോരാന് ആശിക്ക്. അതിന് നല്ല പച്ച ഇംഗ്ലീഷിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആശിക്കിന് മറുപടി കൊടുത്തു. എന്ത് മലപ്പുറക്കാരനെന്ന് വെച്ചിട്ട് വേറെ കുറെ സാധനം അതിൽ ചേർത്തിന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാനത് പറഞ്ഞ ശീലമില്ലാത്തതുകൊണ്ട്. സോ അപ്പോ എന്തായാലും അങ്ങനെ ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി പ്ലേയേഴ്സ് വേണം. ഇപ്പോഴും നമുക്കൊരു ഏഷ്യൻ നിലവാരത്തിലുള്ള ഒരു കളിക്കാരനില്ല. ഒരു 11 വർഷം കഴിഞ്ഞിട്ടും നമുക്കൊരു ഏഷ്യൻ നിലവാരത്തിലുള്ള ഒരു കളിക്കാരനെ പോലും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പല ക്ലബുകളും. ഒരു ഉദാഹരണം നേരത്തെ നവാസ് പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാം നമ്മൾ ഭയങ്കര സംഭവം അങ്ങോട്ടായി എന്നൊക്കെ, ഇന്ത്യനേക്കാൾ റാങ്ക് കൂടുതലുള്ള ഏതെങ്കിലും ഒരു രാജ്യം ഒരു പ്ലെയറെ സൈൻ ചെയ്യും? ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഫിനാൻഷ്യലി വളരെ പരിതാപകരമായിട്ട് ലീഗുകൾ നടക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. അതിലപ്പുറം ക്വാളിറ്റി ഉള്ള ഒരു ഉദാഹരണത്തിന് തായ്ലൻഡില് ഒരു ഇന്ത്യൻ പ്ലെയറെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈവൻ ചേത്രിനെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രയാസമാണ്. കാരണം ഒന്ന് ഫോറിൻ പ്ലെയർ ആയിട്ടായിരിക്കും അവര് നമ്മളെ, അപ്പൊ അവിടെ ഈ ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര ഫോറിൻ പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് എന്ത് ചെയ്യും, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ്. സോ അറിയാം ഏഷ്യയിലുള്ള പല കൺട്രീസിലും കളിക്കുന്നത് ബ്രസീലും സ്പെയിനും പോലുള്ള രാജ്യങ്ങളിലെ കളിക്കാരാണ്. സോ അവിടേക്ക് ഒരു ഇന്ത്യൻ പ്ലെയറെ കൊണ്ടുവരാനുള്ള അത് ശരിക്കും കാണാൻ തുടങ്ങിയ ക്രിസ്ത്യാനോ സൗദിയിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കാണുന്നത്. സോ ഇതാണ് അപ്പം അത് ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമ്പർ കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ISL നിങ്ങൾ എത്ര സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് കൊണ്ടോ അതിലുള്ള പ്ലേയേഴ്സിന് ഒരു ക്വാളിറ്റി വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അവരുടെ എക്സ്പീരിയൻസ് കൂടുതൽ എന്നുള്ളതിലപ്പുറം നമ്മൾ യൂത്തിൽ കൂടുതൽ സമയം കൊടുക്കണം. നമ്മുടെ നാട്ടിലെ യൂത്ത് ടീമുകളുടെ അവസരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ടോപ്പ് ലെവൽ ക്ലബ്ബുകളിലുള്ള ടീമുകൾ, അതായത് അണ്ടർ 21, ഇപ്പോൾ ഒരു സീനിയർ ടീമിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് സ്പെയിനിലൊക്കെ ഉള്ള കളിക്കാർ ഒരു വർഷം 80 കോമ്പറ്റീറ്റീവ് മാച്ചസ് കളിക്കുകയാണ്. ഗാവിയുടെ ഒരു ഇതുണ്ടായിരുന്നു, 2004 ഡേറ്റ് ഓഫ് ബർത്ത് ഒറ്റയാണ് ഗാവിയുടേത്. അവന് 18 വയസ്സാകുന്ന സമയത്ത് ആ ഒരു സീസണിൽ അവൻ 80 മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. 11 സൈഡ് കോമ്പറ്റീറ്റീവ് മാച്ചസ് സ്പെയിനും ബാഴ്സലോണക്കും ഒക്കെ വേണ്ടിയിട്ട്, അവരുടെ യൂത്ത് ടീമിനും ഒക്കെ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലുള്ള ഇപ്പോൾ ജൂനിയർ അണ്ടർ 20 ഈ ഇന്ത്യൻ ടീം ഉണ്ടെങ്കിൽ അതിൽ കളിക്കുന്ന ഒരു കുട്ടി ഒരു വർഷം കളിച്ചിട്ടുണ്ടാവുന്ന കോമ്പറ്റീറ്റീവ് മാച്ചസിന്റെ എണ്ണം 10 താഴേക്കാരം. കാരണം നമുക്കിപ്പോൾ വയനാട്ടിലെ കുട്ടികൾക്കൊക്കെ ജില്ലാ ടീമിനെ മത്സരം ഉണ്ടാവുമ്പോൾ 11s കളിക്കണേ. പക്ഷെ ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങിട്ടോ. പക്ഷെ നമ്മൾ വളരെ സ്ലോ ആണ്. വളരെ സ്ലോ ആണ്. കാരണം നമ്മളിപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു കോമ്പറ്റീഷനാണ് സുബ്രതോ മുഖർജി ടൂർണമെന്റ് അല്ലേ, സ്കൂൾ ലെവലിൽ. ആ സുബ്രതോ മുഖർജി ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ട്, കേരളത്തിലുള്ള ഫൈനൽ റൗണ്ടിന് മുന്നോടിയായിട്ടുള്ള പ്രാരംഭഘട്ട റൗണ്ടുകളിലൊക്കെ മത്സരങ്ങൾ 10 മിനിറ്റും. എവിടെ 10 മിനിറ്റ്? സ്കൂൾ ലെവലിലൊക്കെ, സബ് ജില്ലാ തലത്തിൽ. എവിടെ കളിക്കുന്ന ചാലിയുള്ള ഗ്രൗണ്ടില് വേറെ ഫെസിലിറ്റിയും ഇല്ല. ഇതാ പറഞ്ഞത്. എന്നിട്ട് അപ്പം ഈ 10 മിനിറ്റിൽ വിജയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ടീമുകൾ ക്വാളിറ്റി ട്രെയിനിങ് പേർപ്പസിലൂടെ അത് കണ്ടെത്താൻ ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ല. സോ ആലോചിക്കുക, ഇങ്ങനത്തെ കോമ്പറ്റീഷനാണ് നമ്മളിവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഈ കോമ്പറ്റീഷനുകളൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ കുറേ പറയണ്ടാവും. കാരണം ഈ 10 മിനിറ്റ് നടത്തല്ലാതെ സ്കൂൾ അധികൃതർക്കും ഈ കമ്മിറ്റിക്കാർക്കും നിവൃത്തിയില്ല. കാരണം അതിനെ ഫണ്ട് കിട്ടുള്ളൂ.
അത്രേ അതിനുള്ള ഫെസിലിറ്റി ഉള്ളൂ. ഇത് നടത്തി തീർക്കുമ്പോഴേക്കിന് മരത്തിൽ നിന്ന് വീണ് കിട്ടിയിട്ട് വേണ്ട ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്ന് പറഞ്ഞ മാതിരി ജില്ല കഴിഞ്ഞാലല്ലേ സ്റ്റേറ്റ് കളിക്കാൻ, സ്റ്റേറ്റ് നാളെ ആയിരിക്കും. അപ്പൊ ഞാൻ പറയണത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താ. ഇപ്പൊ ഇന്ത്യ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്കൊന്നുമല്ല നോക്കേണ്ടത്, ജപ്പാൻ, ഏഷ്യയിൽ തന്നെ നമുക്കുണ്ട്. ജപ്പാൻ ഫിസിക്കലി നമ്മളെ കളിക്കാർ അത്ര ആരോഗ്യമുള്ള കളിക്കാരൊന്നും ആയിരുന്നില്ല. അവരുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഫുട്ബോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ അവരെന്ത് ചെയ്യുക, ഫുട്ബോളിൽ ഡോമിനേറ്റ് ചെയ്യണം. അവർ ലാസ്റ്റ് ഒരു പ്രാക്ടീസ് മാച്ചസിൽ ഐ തിങ്ക് ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ജർമ്മനിയെ 4-1 അവര് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോഴും ആലോചിച്ച് നോക്കി, നമ്മൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനോട് ജയിക്കാൻ പ്രയാസമുണ്ട്, നേപ്പാളിനോട് സമനില പിടിക്കുന്നത്, ശ്രീലങ്കനോട് പോലും നമ്മൾ സമനില പിടിക്കുന്നത്. കുട്ടികൾക്ക് ഇന്ത്യൻ ടീമിന്റെ മാച്ചസ് അവർ കാണുന്ന സമയത്ത് അവരോട് പറയാം, ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ടീം ഒരു 10 പാസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിമിഷങ്ങളൊന്ന് നോട്ടീസ് ചെയ്തോളൂ. നമ്മുടെ ടീം ആകെ ഓൺ ഹാഫിൽ മാത്രമേ പാസസ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ, നമ്മുടെ ഓൺ ഹാഫിൽ. അല്ലാതെ ഓപ്പോസിറ്റ് ഹാഫിൽ ഒരു 5 പാസസ് കംപ്ലീറ്റ് ചെയ്യണ മൂവ്മെന്റ് പോലും നമുക്ക് പ്രയാസമാണ്, വളരെ ചുരുക്കം. അപ്പം അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാതെ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്ന ഒരു കോച്ചിനെ കൊണ്ടാലും അതിലൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ യൂത്ത് സെറ്റപ്പ് നന്നാക്കണം, ഗ്രാസ് റൂട്ട് നന്നാക്കണം. ഇതൊക്കെ നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ളൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം. നല്ല കൂട്ടം രക്ഷിതാക്കൾ വേണം ആ കുട്ടികളെ ആ ഒരു രീതിയിൽ. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പന്തളിച്ചാൽ മതി എന്ന് പറയും. 10ാം ക്ലാസ് കഴിഞ്ഞ ഇക്കൊല്ലം 10 അല്ല, ഇക്കൊല്ലം 10 എന്നല്ല പറയണത്, 10 കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 15 വയസ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എത്രത്തോളം അയാളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഏതൊരു കുട്ടിയും ആ ഒരു കുട്ടിയുടെ ബേസിക് ക്വാളിറ്റികൾ മാസ്റ്റർ ചെയ്ത് വരേണ്ടത്, മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതൊക്കെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ്. അപ്പൊ 5 മുതൽ ഒരു 12-13 വയസ്സിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തൊരു കുട്ടിക്ക് 10ാം ക്ലാസ്സിന് ആ ഒരു സമയം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാലും തിരിച്ച് ഫുട്ബോളിൽ വന്നിട്ട് അതിന് പെർഫോം ചെയ്യാൻ കഴിയും. അതിന് പകരം 15 വയസ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഫുട്ബോളിൽ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കരുത്. ഒരു ക്ലബിന്റെ കൂടെ കേരള ഫുട്ബോളിന്റെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരാളാണല്ലോ കഴിഞ്ഞ 7 വർഷമായിട്ട്. ഈ കൾച്ചറിൽ മാറ്റം വരുമോ? വരും, പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് അത് നടക്കുന്നത്. അതിന് ഇവിടുത്തെ ക്ലബ്ബുകളും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘടനകളും ഇവിടുത്തെ കളിക്കാരും ഇവിടുത്തെ ആരാധകരും അസോസിയേഷനുകളും എല്ലാവരും അടങ്ങിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. കാരണം ഇതിന്റെ ഒരു ഫുട്ബോൾ എന്നുള്ളത് വെറും ഒരു ഗെയിമൊന്നുമല്ല. ഇന്ന് ലൈക്ക് UK അവരുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകൾ ഒന്നാണ് അവിടുത്തെ ലീഗും അവിടുത്തെ ഫുട്ബോൾ സെറ്റപ്പ് ഒക്കെ. സോ നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ ഫുട്ബോൾ എന്നുള്ളത് വലിയ സാധ്യതകളാണ്. അതിലൊരു കളിക്കാരൻ എന്നുള്ളതിലപ്പുറം ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്, ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ വലിയ കരിയറുണ്ട്. അപ്പം ഈ ഒരു ഫുട്ബോൾ കളിക്കാരനും അതേപോലെ ഒരു ഫുട്ബോൾ പരിശീലകനും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഓർഗനൈസർ അല്ലെങ്കിൽ ക്ലബിന് എല്ലാവർക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരുമിച്ചിരുന്ന് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ ഫോർ ഫ്യൂച്ചറിന്റെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികളെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് രക്ഷിതാക്കൾ ഫേസ് ചെയ്യുന്ന മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ലഹരി ഉപയോഗമൊക്കെ. സോ നമുക്ക് ഒരിക്കലും അവരെ നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കുട്ടികൾ മാറൂല. ഇപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും രക്ഷിതാക്കൾ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോലും, ഇപ്പം ഈവൻ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ കുട്ടികളോട് പോലും കുട്ടീൻ്റെ ഉമ്മ ചെയ്യൽ എന്താണ്, അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ കൊടുക്കും, അടങ്ങിയിരിക്കും, ഭക്ഷണം കഴിക്കും. അതെന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് എൻജോയ്മെന്റ് കണ്ടെത്തുന്ന ഒരു സോഴ്സ് ആണ്. സോ ആ കുട്ടിക്ക് മറ്റൊരു സോഴ്സ് അപ്പൊ മറ്റൊരു എൻജോയ്മെന്റ് സോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, ഇതിൽ നിന്ന് സമയം കുറയും, അത് ആസ്വദിക്കും. സ്വാഭാവികമായിട്ടും വീട്ടിലെ ഒരു 3-4 കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ ഒരു ഔട്ട്ഡോർ
കളി സെറ്റപ്പ് വന്നാൽ കുട്ടി മൊബൈൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊക്കെ അതാണ്. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ എത്ര നേരം സംസാരിക്കാൻ കഴിയും, യാത്ര ചെയ്യാൻ കഴിയും. ഇതിന് കാരണം നമ്മളെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇതില്ല. നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങണ, കളിക്കണ്, വൈകുന്നേരം തിരിച്ചു കയറണം. അതുകൊണ്ട് നമ്മളെ മോട്ടോർ സ്കിൽസും ഡെവലപ്പായി നാച്ചുറലി. അതേപോലെ തന്നെ നമ്മൾ മാനേജ്മെന്റ് സ്കില്ലും ഒക്കെ നമുക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഗൂഗിൾ വേണം എന്തിനും ഗൂഗിൾ വേണം. ഒരാളോട് സംസാരിക്കാൻ പേടിയാ. സോ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയൂല. സോ ഇതിനൊക്കെ ഒരു മാറ്റം വരും. അതേപോലെ തന്നെ ഇപ്പം ലഹരി എന്ന് പറയുന്ന സമയത്തും അവരുടെ ആ ഒരു താല്പര്യത്തിൽ മാറണം എന്നുണ്ടെങ്കിൽ ഒരു അടുക്കും ചിട്ടയും ഇന്നത് യൂസ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ ആവശ്യമാക്കണം. ആ ആവശ്യം ഒരു സ്പോർട്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവുന്നതോടുകൂടി അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇപ്പോൾ ഒരു അത്ലറ്റ് ആകുമ്പോൾ, ഒരു ഫുട്ബോൾ പ്ലെയർ ആകുമ്പോൾ അയാൾക്ക് ഇന്നത് യൂസ് ചെയ്യുമ്പോൾ അത് അയാളുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കലി ക്യാമ്പ് ചെയ്യുമ്പോൾ ദേ ആർ ബീയിങ് ഫോക്കസ്ഡ്. അപ്പോൾ എന്തായാലും വളരെ വിലപ്പെട്ട സമയം, വളരെ വിലപ്പെട്ട സംസാരം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇൻ്റർവ്യൂ കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ ഇതിലെ ഓരോ നിമിഷവും ഒരു ക്ലബ്ബ് കൈകാര്യം ചെയ്ത് കേരള ഫുട്ബോളിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെ വാക്കുകളാണ്. സോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കരിയറുകൾ ഉണ്ടാക്കാൻ ഒരുപാട് കരിയർ ഫുട്ബോളിലുണ്ട്. ആ കരിയറുകൾ ഉണ്ടാക്കാൻ, നിങ്ങളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളെ ഫുട്ബോളുമായിട്ടുള്ള നോളജ് വർദ്ധിപ്പിക്കാൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കേരള ഫുട്ബോളിൻ്റെ അവസ്ഥ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ ഒരു ഇൻ്റർവ്യൂ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വീഡിയോ കുറച്ച് സമയം ചിലവഴിച്ചാലും നിങ്ങൾ കാണുക. എന്തായാലും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. കേരള ഫുട്ബോളിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനൊക്കെ ലൂക്ക ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് നവാസ്, ഇതാണ് ലൂക്ക. ഇത്രയും കാര്യങ്ങൾ ലൂക്കക്ക് വേണ്ടിയും ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയൊക്കെ സംസാരിച്ച ഈ നവാസിനെ നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിന് മുന്നേ നവാസ് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ആദ്യം ഞാൻ സംസാരം ആരംഭിച്ച സമയത്ത് പറഞ്ഞ സന്തോഷം ഒന്നും കൂടി പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ ഷെയർ ചെയ്തത് അല്ലെങ്കിൽ ഈ സംസാരിച്ചതൊക്കെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഐഡിയാസും മാത്രമാണ്. അതിൽ പല വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ തെറ്റുകളും ഉണ്ടാകാം. അത് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ മാത്രമായിട്ട് പരിഗണിച്ചുകൊണ്ട് മനസ്സിലാക്കുക. എന്ത് അതിൽ വിമർശനം ഉണ്ട് എന്നുണ്ടെങ്കിലും ഞാനത് സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വീണ്ടും മൈഗെയിം ചാനലിന് എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് താങ്ക് യു. എനിവേ താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.